ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? സാമ്പാർ പലതരത്തിൽ വെക്കാം. ഞാൻ തന്നെ 2-3 ടൈപ്പ് സാമ്പാർ ഇട്ടിട്ടുണ്ട്. പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടു. ഒരു പച്ചമുളക്, ഒരു കഷ്ണം കായം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു വിസിലിൽ വേവിച്ചെടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ ഒരുപാടൊന്നും എടുക്കുന്നില്ല. വെണ്ടക്ക, ക്യാരറ്റ്, തക്കാളി, സവാള, പച്ചമുളക് ഇത്രയൊക്കെയുള്ളൂ. കുറച്ച് പുളി കുതിർത്ത് വെക്കണം. പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെണ്ടയ്ക്ക ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് വേവിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അന്നേരം ചേർക്കുന്നുണ്ട്. എല്ലാം ചൂടായതിന് ശേഷം കഷ്ണങ്ങൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. പിന്നെ ഒരു തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ജീരകവും ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നു. പിന്നെ കറിവേപ്പിലയും 3-4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കുക. അതിനകത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ അധികം മല്ലിപ്പൊടി ചേർത്തിട്ടില്ലല്ലോ, അരക്കാനും എളുപ്പമാണ്. പിന്നെ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം അതിനകത്തേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു. വേവിച്ച പരിപ്പ് ഒഴിച്ച് കൊടുത്തു. വെണ്ടക്ക ആദ്യം ചേർത്താൽ വെന്തുടഞ്ഞു പോകുന്നില്ല, എല്ലാം കൂടെ ഒന്നിച്ചല്ല തിളപ്പിക്കുന്നില്ലോ. എല്ലാം ഒന്ന് തിളച്ച് വന്നപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് സാമ്പാർ പൊടി കലക്കി ഒഴിക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടെ തിളച്ച് സെറ്റായി വന്നാൽ നമ്മുടെ നല്ലൊരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില വറുത്തിട്ടു.